ലോകപ്രശസ്തനായ ജർമ്മൻ സംഗീതജ്ഞനും പിയാനോ വിദ്വാനുമായിരുന്ന ലുഡ്വിഗ് വാൻ ബീഥോവൻ എന്ന ബീഥോവൻ. പാശ്ചാത്യ സംഗീത ലോകം ഉദാത്തതയുടെ കാലത്തു നിന്ന് കാൽപ്പനികതയുടെ കാലത്തേക്കുള്ള പരിണാമ പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. 20 വയസ്സുകളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കേൾവിശക്തി ക്രമേണ കുറയാൻ തുടങ്ങിയെങ്കിലും തൻ്റെ പ്രസിദ്ധങ്ങളായ സൃഷ്ടികൾക്ക് സംഗീതം നൽകുകയും അവ അവതരിപ്പിക്കുകയും ചെയ്തു. കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടതിനു ശേഷവും അദ്ദേഹം ഇത് തുടർന്നു. ഇത് മുൻപ് കേൾവിശക്തി ഉണ്ടായിട്ട് പിന്നീട് നഷ്ടപ്പെട്ടിട്ടും പ്രശസ്തനായ ഒരു സംഗീതജ്ഞൻ്റെ കഥയാണ്. എന്നാൽ ജനനസമയത്ത് കേൾവിശക്തിയില്ലാതെ ഇപ്പോൾ ക്രമേണ കേൾവിയും സംഗീതവും ആസ്വദിക്കാൻ തുടങ്ങിയ നാളെ ലോകപ്രശസ്തരാകേണ്ട ചിലരുടെ ഒരു ദിവസം ഞങ്ങൾ ഒരു ക്യാമറയുടെ സഹായത്തോടെ നാച്ചുറലായി ഇവിടെ അവതരിപ്പിക്കും. ആയിരത്തി 1993 സെപ്റ്റംബർ 10 നിലമ്പൂരിൽ ഏറനാട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ട്രസ്റ്റ് ചെയർമാനായ ഡോക്ടർ ഉമ്മറിന്റെ വീട്ടിൽ ഒരു അധ്യാപികയും 10 വിദ്യാർത്ഥികളുമായാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. 1996 സ്വന്തമായി കെട്ടിടം നിർമ്മിച്ച് അവിടേക്ക് സ്ഥാപനം മാറ്റുകയുണ്ടായി. 1998 ഗവൺമെന്റിന്റെ അംഗീകാരം നേടിയെടുക്കാനും ഇവർക്ക് സാധിച്ചു. 2005 പ്രൈമറി അപ്പർ പ്രൈമറിയോട് കൂടിയ എയ്ഡഡ് പദവിയും ലഭിച്ചു. 2012 ഹൈസ്കൂൾ വരെ ഉയർത്താനും ഈ സ്ഥാപനത്തിന് സാധിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ SSLCയിൽ 100% വിജയം നേടി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാനും ഇവർക്ക് സാധിച്ചു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആത്മാർത്ഥമായ പരിശ്രമമായിരുന്നു ഓരോ വിജയത്തിനും. 1 ക്ലാസ് മുതൽ 10 ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കേണ്ട വിഷയങ്ങൾ, അതുപോലെ ടെക്സ്റ്റ് ബുക്കുകൾ, സിലബസ് സാധാരണ സ്കൂളിൽ എല്ലാം തികഞ്ഞ ആവശ്യത്തിന് കേൾവിയും കാഴ്ചയും ബുദ്ധിയും ഒക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ അത്രയും പാഠഭാഗങ്ങളും അത്രയും കണ്ടന്റും അതേ കാലയളവിനുള്ളിൽ ഈ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. അവർക്ക് ശരിക്കും അധ്യാപകർ ഈ ഫീൽഡിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസങ്ങളാണ്. കാലാകാലം വർഷങ്ങളായിട്ട് ഈ അതോറിറ്റിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് 0 മുതൽ 120 ഡെസിബൽ വരെ കേൾവി പരിശോധിക്കാനുള്ള കഴിവ്. ഇവിടെ കേട്ടാ താഴെ വെക്കണേ. സംസാരശേഷി തീരെയില്ലാതെ വരുന്ന ഓരോ കുട്ടിയെയും ആദ്യമായി അമ്മ എന്ന് പറയിപ്പിച്ചുകൊണ്ടാണ് അവരെ സംസാരത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. ഇതിനായി പ്രത്യേകം സ്പീച്ച് തെറാപ്പിയും നടത്തുന്നു. ഇതിൻ്റെ ആദ്യ പടിയെന്നോളം ഓരോരുത്തരെയും നേരിട്ട് ഓരോ കാര്യങ്ങളും കാണിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു. തുടർന്ന് അവരുടെ കേൾവിയുടെ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഓഡിയോ വെർബൽ തെറാപ്പിയും ചെയ്യുന്നു. ഇതിലൂടെ കേൾവി ശക്തിയുടെ തോത് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നു. ശബ്ദങ്ങൾ വ്യക്തമായി കുട്ടികൾക്ക് കേൾക്കാൻ പറ്റും. പിന്നെ വാതിൽ തുറന്നിട്ടൊക്കെ ഇത് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാവും ശബ്ദങ്ങൾ കേൾക്കാൻ. അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പൊന്നു പെട്ടെന്ന് പ്രതികരിക്കാത്തതിൻ്റെ കാരണം. പിന്നെ ഇപ്പോൾ ഇവൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഒരാൾ കേൾക്കുന്നത് 0 മുതൽ 25 നമ്മളൊക്കെ കേൾക്കും. നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇവൾ കേൾക്കുന്നത് 100 dB താഴെയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രയാസമുണ്ട്. ഇവൾക്ക് ഒരു ചെവി കുറച്ച് കേൾക്കാം, ഒരു ചെവിയിൽ തീരെ കേൾക്കും. ആ രണ്ടും ബാലൻസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ഹിയറിംഗ് എയ്ഡ്. ഇത് പല കമ്പനികളുണ്ട് ഹിയറിംഗ് എയ്ഡ്. ഇതിപ്പോൾ ഏറ്റവും നല്ല ഹിയറിംഗ് എയ്ഡാണ് അവൾ ഉപയോഗിക്കുന്നത് ഫോണാക്ക്. ഇതിലൂടെയാണ് ഇപ്പോൾ അവൾ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. നന്നായിട്ട് അവൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അവൾ പറയുന്നുണ്ട്. ഒന്നുമേ
ഫോണ് വെച്ചിട്ടേ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ശരിയായോ? ശരിയായോ? നോക്കണേ. ആന, ആപ്പിൾ, തത്ത, തവള, പപ്പായ, പശു, പഴം, പൂവ്, ചായ, ചായ, വെള്ളം, മിഠായി, അമ്മ പോയി, അപ്പം തിന്നു, ടീച്ചർ അടിച്ചു, കാക്ക കരഞ്ഞു, ടാറ്റാ പോവ. ഇപ്പോ നിങ്ങൾ വ്യക്തമായി കേട്ടാണ് പറയുന്നത്. നിപ്പ് മറ്റുള്ള കുട്ടികളൊക്കെ നിപ്പ് നന്നായി ശ്രദ്ധിക്കും. അവർക്കിപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഹിയറിംഗ് എയ്ഡിനേക്കാളും കൂടുതൽ അവർ നിപ്പ് ശ്രദ്ധിച്ച് നിപ്പിലൂടെയാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ചെറിയ പ്രായത്തിലെ ഹിയറിംഗ് എയ്ഡ് വെച്ചതുകൊണ്ടുള്ള ഒരു ഗുണമാണ് ഹിയറിംഗ് എയ്ഡിലൂടെ കേട്ട് പറയാനൊരു കഴിവ് കിട്ടുന്നത്. അതാണ് കേൾവി കുറവുള്ള കുട്ടികൾ എത്ര നേരത്തെ സ്കൂളുകളിൽ എത്തുന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു യൂണിറ്റിൽ എത്തുന്നോ സ്പീച്ച് തെറാപ്പി ചെയ്യുന്നോ ആ കുട്ടികൾക്ക് ഒരു 99% സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റും. 1% ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഇപ്പം മുകളിലൊക്കെ ഉള്ള കുട്ടികൾ സൈൻ ലാംഗ്വേജ് തന്നെ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ ഇപ്പോൾ 10 വയസ്സ് വരെ എവിടെയും പോവാതെ 10 വയസ്സാകുമ്പോൾ സ്പെഷ്യൽ സ്കൂളിൽ വരും. അപ്പോൾ ടീച്ചേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർക്കും പ്രയാസമാണ്. അവർ നമ്മൾ അടിച്ചൊന്നും എത്ര പറയാൻ ശ്രമിച്ചാലും അവർക്ക് പ്രയാസമാണ്. എനിക്ക് അവരെ പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ കരയും. അതാണ് ഈ ചെറിയ ഇപ്പം ഈ ഒരു പ്രായത്തിൽ നമ്മളൊരു അടി കൊടുത്താൽ അവർക്ക് വലിയ പ്രയാസമില്ല. അവർക്ക് നല്ല സന്തോഷത്തോടെ ഒന്ന് പിന്നാരിച്ച് വണ്ടിയിൽ വെച്ച് അവരെ പ്രശ്നം പരിഹരിച്ച്. ടീച്ചർക്കില്ലേ എന്നാ താടാ പൊന്നുവിനൊന്നും മതിയോ? എന്നാ പൊന്നു പോയിക്കോട്ടോ. ടാറ്റാ ടാറ്റാ ബൈ ബൈ സി യു. വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്താൽ കേൾവിശക്തി ലഭിക്കുന്ന നിമിഷം തൊട്ട് ചുറ്റുപാടുമുള്ള എല്ലാവിധ ശബ്ദവീചികളും ശ്രവിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. സാധാരണക്കാരെ അപേക്ഷിച്ച് സംഗീതത്തിൻ്റെ 75% മാത്രമേ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂവെങ്കിൽ കൂടിയും ഇവർക്കിടയിലും മികച്ച ഒരു പിടി ഗായകരെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നു. സംഗീതത്തെ കൂടാതെ നൃത്തം, മൈം പോലുള്ള മറ്റു രംഗങ്ങളിലും വിവിധ കായിക ഇനങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് ഇവിടെ പഠിക്കുന്ന പല കുട്ടികളും. Halo.
ഒട്ടും ലാംഗ്വേജ് ഇല്ലാത്ത കുട്ടികളാണിവർ. അവർക്ക് തീരെ മുൻധാരണകളില്ലാത്ത വിഷയങ്ങളുള്ള പഠനങ്ങൾ പോലും വ്യക്തതയോടെ ഇവരിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ അധ്യാപകർക്ക് സാധിക്കുന്നു. സർക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഏറെ അവഗണന നേരിടുന്ന ചില വിഭാഗങ്ങളിലൊന്നാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾ. ഇവർ കേൾവി എന്ന ജന്മാവകാശം പോലും നഷ്ടപ്പെട്ടവരാണ്. മറ്റ് കുട്ടികളെ പോലെ കേൾക്കാനും സംസാരിക്കാനും സംഗീതം ആസ്വദിക്കാനുമെല്ലാം ഇവർക്ക് ഹിയറിംഗ് എയ്ഡ് അത്യാവശ്യമാണ്. എന്നാൽ ഇവ പോലും BRCയിൽ നിന്നും കൃത്യമായി ലഭിക്കുന്നില്ല എന്നത് ഇവരുടെ എണ്ണം പരിമിതമായതുകൊണ്ടല്ല. മൊത്തം ജനസംഖ്യയുടെ 10% പേർ ഭിന്നശേഷിക്കാരാണ്. ഇവരിൽ ഈ വർഷം മാത്രം SSLC എഴുതുന്നത് 15,000 പേരും. എന്നാൽ ഇവരുടെ തുടർ പഠനത്തിനായി ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ഭിന്നശേഷിയുള്ള കുട്ടികളുമുള്ള മലപ്പുറം ജില്ലയിൽ ഇവരുടെ തുടർ പഠനത്തിനായി ഉള്ളത് വെറും 2 സ്ഥാപനങ്ങൾ മാത്രമാണ്. അതിൽ ഒന്നിന് അംഗീകാരം നേടിയത് ഈ വർഷവും. എന്നാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായതും ഇതേ മലപ്പുറം ജില്ലയിലാണെന്ന വാസ്തവം മറക്കരുത്. സർക്കാരിന് ഇവരോടുള്ള അവഗണന വ്യക്തമാക്കുന്നതായിരുന്നു ഇവിടുത്തെ ഓരോ അധ്യാപകരുടെയും വാക്കുകൾ. സാധാരണ കുട്ടികളിൽ നിന്ന് ഒട്ടും ഒരു തരത്തിൽ നമുക്ക് മാറ്റി നിർത്തേണ്ടി വരാറില്ല. ഇവരെ എല്ലാ കാര്യങ്ങളിലും ഡാൻസ് ആയാലും പാട്ട് മാത്രം രീതി നമുക്ക് റിതം അവർക്ക് കിട്ടാത്തതുകൊണ്ട് ഒരു പ്രശ്നം മാത്രമാണ് അതിലുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാത്തതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാത്തത്. പിന്നെ ഓട്ടം, പിന്നെ സ്പോർട്സ് നമ്മൾ സ്കൂൾ തലത്തിൽ എല്ലാ വർഷവും നമ്മൾ സ്കൂൾ തലത്തിൽ നടത്താറുണ്ട്. അതേപോലെ സ്റ്റേറ്റിലേക്ക് കഴിഞ്ഞ വർഷം നമുക്ക് 2 ചാമ്പ്യന്മാർ സ്റ്റേറ്റിലുണ്ട്. 100 മീറ്ററിലൊരു കുട്ടി, 200 മീറ്ററുടെ റിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് ടീമിനാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ജില്ലാതലം എല്ലാ വർഷവും നമുക്ക് ചെറിയൊരു പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് ജില്ലയിൽ നമുക്ക് സ്പോർട്സിന് സെക്കൻഡ്, കഴിഞ്ഞ വർഷം സെക്കൻഡ് ഓവറോൾ ആയിരുന്നു. കലാപരമായും കായികപരമായുമുള്ള അവരുടെ കഴിവുകൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. സംഗീതമൊഴികെ മറ്റെല്ലാ കലാമേഖലകളിലും ഇവർ മുൻപന്തിയിലാണ്. എന്നാൽ ഗാനം ആലപിക്കുമ്പോൾ താളം കിട്ടുന്നില്ല എന്ന പ്രശ്നം ഇവർക്കുണ്ട്. എന്നിരുന്നാലും ഇവർ സംഗീതരംഗത്തും ഒട്ടും പിന്നിലല്ല. എന്നാൽ ഇവരുടെ പഠനത്തിനും ജീവിതത്തിനുമൊക്കെ അത്യാവശ്യമായ ഹിയറിംഗ് എയ്ഡ് വിതരണം ചെയ്യുന്നതിൽ പോലും ഗവൺമെന്റ് കടുത്ത അനാസ്ഥയാണ് കാട്ടുന്നത്. കേൾക്കുക എന്ന ഇവരുടെ അവകാശത്തെ ഹനിക്കുന്നതാണ് ഗവൺമെന്റിന്റെ സമീപനം. ഗവൺമെന്റിൽ നിന്നും കൃത്യമായി ആനുകൂല്യങ്ങൾ ലഭിച്ചാൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിലെത്താൻ കഴിവുള്ള ഒരുപാട് പേർ ഇവിടെ ഉണ്ട്. പാട്ടു ചാത്തും ചുവപ്പുമില്ല മുഖപ്പാ
എന്നാൽ ഇതിനേക്കാളെല്ലാം ഞങ്ങളെ അതിശയിപ്പിച്ച മറ്റൊന്നുണ്ട്. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അവർ സാധാരണക്കാരെ പോലെയാണ് മറുപടി നൽകിയത്. ഭിന്നശേഷിയുടെ പരിമിതികൾ ഒട്ടും കാണിക്കാതെയായിരുന്നു അവരുടെ ഓരോ മറുപടിയും. மெல்ல விடை கொடு மனமே, இந்த நினைவுகள் கனமே. தாய் மண்ணே செல்கின்றோம் தூரம் தூரம். இங்கு உறவுகள் பிரிவுகள் வருதே, சில அழகிய வரிகளும் தருதே. போகின்றோம் தூரம் தூரம். என்னை விட்டு செல்லும் உறவுகளே, உயிர் தொட்டு செல்லும் உணர்வுகளே, போய் வரவா.